ഡിസ്കസ് ചെയ്യുന്നത് CBSE ക്ലാസ് 10 ചാപ്റ്റർ 1 കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ് ആണ്. നമുക്ക് ഇതിലുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് വൺ ബൈ വൺ ഡിസ്കസ് ചെയ്യാം. ഫേസ്റ്റ്ലി നമുക്ക് അറിഞ്ഞിരിക്കണം എന്താണ് ഒരു കെമിക്കൽ റിയാക്ഷൻ, അതുപോലെ എന്താണ് ഒരു കെമിക്കൽ ഇക്വേഷൻ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം കെമിക്കൽ റിയാക്ഷൻ എന്താണെന്നുള്ളത് പറയാം. കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ടോ അല്ലെങ്കിൽ അതിൽ അധികമോ സബ്സ്റ്റൻസ് കമ്പൈൻ ചെയ്തിട്ട് ഒരു പുതിയ സബ്സ്റ്റൻസ് ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് കെമിക്കൽ റിയാക്ഷൻ എന്ന് വിളിക്കാം. ഫോർ ആൻ എക്സാമ്പിൾ, ഹൈഡ്രജൻ ഉണ്ട്, പിന്നെ ഓക്സിജനും ഉണ്ട്. ഈ ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ ഉണ്ടാവും, നമ്മുടെ H2O അല്ലേ. അപ്പോൾ അവിടെ രണ്ട് റിയാക്റ്റൻസ് ഉണ്ട്, രണ്ട് സബ്സ്റ്റൻസ് തമ്മിൽ കമ്പൈൻ ചെയ്തു ഒരു പുതിയ സബ്സ്റ്റൻസ്, അതായത് വാട്ടർ അവിടെ ഫോം ചെയ്തു. സോ ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് ദ പ്രോസസ് ബൈ വിച്ച് two or more substances react with each other to form a new substance with different properties. ഇനി നമ്മൾ കെമിക്കൽ ഇക്വേഷൻ പറയാണ്. എന്താണ് ഒരു കെമിക്കൽ ഇക്വേഷൻ എന്നുള്ളത്? നമുക്കറിയാം, നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ഓരോ എലമെൻസിനും ഓരോ സിമ്പിൾസ് വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക അല്ലേ. നമ്മൾ ഈ സിമ്പിൾസ് നമ്മൾ എന്താണ് ഒരു ഇക്വേഷൻ്റെ രൂപത്തിൽ, നമ്മൾ ഒരു കെമിക്കൽ റിയാക്ഷന് അവിടെ നടക്കുന്ന ഒരു റിയാക്ഷനെ സിമ്പിൾസ് വെച്ചിട്ട് ഒരു ഇക്വേഷൻ്റെ രൂപത്തിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് വിളിക്കാം? കെമിക്കൽ ഇക്വേഷൻ എന്ന് വിളിക്കാം. ഇവിടെ ഇപ്പോൾ മഗ്നീഷ്യവും ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ട് മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടായി. അപ്പോൾ നമ്മൾ മഗ്നീഷ്യത്തിന് എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക? ഏത് സിമ്പിൾ യൂസ് ചെയ്തിട്ടാ? Mg അല്ലേ. ഓക്സിജനെ O2. ഇവിടെ കമ്പൈൻ ചെയ്തുണ്ടാവുന്ന പ്രോഡക്റ്റ് ആയിട്ടുണ്ടാവുന്ന മഗ്നീഷ്യം ഓക്സൈഡ് എന്താണ്? MgO എന്നാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. സോ Mg + O2 gives MgO. ഇതിനെയാണ് നമ്മളൊരു കെമിക്കൽ ഇക്വേഷൻ എന്നുള്ളത് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അതിന് മുന്നായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം, നമ്മളെ റിയാക്ട് ചെയ്യുന്ന ആളുകളെ നമ്മൾ റിയാക്റ്റൻസ് എന്ന് വിളിക്കും. ഒരു കെമിക്കൽ ഇക്വേഷനിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ആളുകളാണ് റിയാക്റ്റൻസ്. അവിടെ ഉണ്ടാവുന്നത് ആരാണോ, അവിടെ ഫോം ചെയ്യുന്ന ന്യൂ സബ്സ്റ്റൻസ് ആരാണോ അയാളെയാണ് നമ്മൾ പ്രോഡക്റ്റ് എന്ന് വിളിക്കുന്നത്. സോ ഒരു കെമിക്കൽ ഇക്വേഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ആൾ റിയാക്റ്റൻ്റ് ആണെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ആൾ ആരാണ്? പ്രോഡക്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ബാലൻസിങ് എ കെമിക്കൽ ഇക്വേഷൻ. ഒരു കെമിക്കൽ ഇക്വേഷനെ എങ്ങനെ ബാലൻസ് ചെയ്യാം എന്നുള്ളത്. അതിൽ പറയുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് എന്താണ് ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്നുള്ളത് അറിയണം. നമ്മൾ പറഞ്ഞു ഒരു കെമിക്കൽ ഇക്വേഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും പറഞ്ഞു. നമ്മുടെ റിയാക്റ്റൻറ്റിൻ്റെ സൈഡിലും പ്രോഡക്റ്റിൻ്റെ സൈഡിലും നമ്പർ ഓഫ് ആറ്റംസ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ കെമിക്കൽ ഇക്വേഷൻ ബാലൻസ്ഡ് ആണ് എന്ന് പറയാം. സോ എ ബാലൻസ്ഡ് ഇക്വേഷൻ occurs when the number of atoms involved in the reactant side is equal to the number of atom in the product side. നമ്മൾ ഈ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ സിങ്കും സൾഫ്യൂരിക് ആസിഡും കമ്പൈൻ ചെയ്തിട്ട് സിങ്ക് സൾഫേറ്റും ഹൈഡ്രജനും ഉണ്ടാവുന്നുണ്ട്. ഇവിടെ റിയാക്റ്റൻറ്റിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും സൈഡിലുള്ള ഓരോ ആറ്റംസിയും നമ്മൾ എടുത്ത് നോക്കുകയാണ്. സിങ്ക്, അതുപോലെ ഹൈഡ്രജൻ, പിന്നെ SO4 ഇവരൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് റിയാക്റ്റൻറ്റിൻ്റെ സൈഡിലും പ്രോഡക്റ്റിൻ്റെ സൈഡിലും ഇവരുടെ നമ്പർ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. നമ്മൾ സിങ്ക് നോക്കിയാൽ കാണാൻ കഴിയും, റിയാക്റ്റൻറ്റിൻ്റെ സൈഡിലും പ്രോഡക്റ്റിൻ്റെ സൈഡിലും സിങ്ക് എത്ര എണ്ണം ഉണ്ട്? ഒന്നേ ഉള്ളൂ. ഇനി നമ്മൾ ഹൈഡ്രജൻ നോക്കിക്കഴിഞ്ഞാലോ, രണ്ട് ഹൈഡ്രജൻ ഉണ്ട് റിയാക്റ്റൻറ്റിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും സൈഡിൽ. സൾഫേറ്റ് നോക്കിക്കഴിഞ്ഞാൽ അതും ഒന്നാണുള്ളത് റിയാക്റ്റൻറ്റിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും സൈഡിൽ. സോ ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ എ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ഇനി അടുത്തതായിട്ട് നമ്മളോട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ, എന്തിനാണ് നമ്മൾ ഈ കെമിക്കൽ ഇക്വേഷൻസ് ബാലൻസ്ഡ് ആക്കുന്നത്? എന്തിനാണ് നമ്മൾ റിയാക്റ്റൻറ്റിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും സൈഡിൽ ഉള്ള ആറ്റംസിൻ്റെ എണ്ണം ഈക്വൽ ആക്കുന്നത് എന്നാണ്. അതിനുള്ള ഉത്തരം നമ്മുടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണ്. നമ്മുടെ ലോ സ്റ്റേറ്റ് ചെയ്യുന്നത് എന്താണെന്നറിയോ? ടോട്ടൽ മാസ് ഓഫ് ഓൾ ദ റിയാക്റ്റൻസ് ഓഫ് all the product of the reaction in a chemical reaction is equal to the total mass of all the reactants. അതായത് നമ്മുടെ പ്രോഡക്റ്റിൻ്റെയും റിയാക്റ്റൻറ്റിൻ്റെയും സൈഡിലുള്ള ടോട്ടൽ മാസ് എന്താവണം? ഈക്വൽ ആവണം എന്നുള്ളതാണ് നമ്മുടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ലോ സാറ്റിസ്ഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ കെമിക്കൽ ഇക്വേഷന് എന്താവണം? ഇറ്റ് ഷുഡ് ബി ബാലൻസ്ഡ് അല്ലേ. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം, നമ്മുടെ കെമിക്കൽ ഇക്വേഷന് എങ്ങനെ ബാലൻസ്ഡ് ആക്കാം എന്നുള്ളത്. അപ്പം ഞാനിവിടെ 3
സ്റ്റെപ്സ് എഴുതിയിട്ടുണ്ട് ഒരു ഇക്വേഷൻ ബാലൻസ് ചെയ്യാനുള്ള. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്മുടെ ആ കെമിക്കൽ ഇക്വേഷൻ നമ്മൾ എഴുതാം. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? നമ്മൾ ആറ്റംസിനെ അതിൽ നമ്മുടെ ഇക്വേഷൻസിലുള്ള ആറ്റംസ് ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്തിട്ട് നമ്പർ ഓഫ് ആറ്റംസ് എന്ത് ചെയ്യുക? കൗണ്ട് ചെയ്യുക. പിന്നെ തേർഡ് സ്റ്റെപ്പ് എന്താണ്? നമ്മൾ അതിൽ ഈക്വൽ അല്ലാത്ത ആളുകളെ കോയിഫിഷ്യൻ്റ് വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ ആണോ? നമുക്കിവിടെ ഉള്ള ഈ എക്സാമ്പിൾ നോക്കാം. ബാലൻസിങ് കെമിക്കൽ ഇക്വേഷൻ അല്ലേ? നമ്മൾ ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ട് വാട്ടർ ഉണ്ടാവുന്ന ഈ ഒരു സ്റ്റെപ്പ് നോക്കുകയാണ്. ഇവിടെ ഹൈഡ്രജന് റിയാക്റ്റൻറ്റിൻ്റെ സൈഡിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? ഫസ്റ്റ് സ്റ്റെപ്പിൽ റിയാക്റ്റൻറ്റിൻ്റെയും പ്രൊഡക്റ്റിൻ്റെയും സൈഡിൽ ഹൈഡ്രജൻ 2 എണ്ണമാണ്. സോ അത് ഈക്വലാണ്. ഇനി ഓക്സിജൻ നോക്കുന്ന സമയത്ത് റിയാക്റ്റൻറ്റിൻ്റെ സൈഡിൽ 2 എണ്ണം, പ്രോഡക്റ്റിൻ്റെ സൈഡിൽ 1 ഉള്ളൂ. അപ്പോൾ അത് ഈക്വൽ അല്ല. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? ഓക്സിജനെ ഈക്വൽ ആക്കണം. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു? എൻ്റെ H2O ആ പ്രോഡക്റ്റിൻ്റെ സൈഡിലുള്ള H2O എന്നുള്ളതിൻ്റെ മുന്നിലൊരു 2 ഇട്ട് കൊടുത്തു. അതായത് അവിടെ ഒരു കോയിഫിഷ്യൻ്റ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അങ്ങനെ ഞാൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് എങ്ങനെ കിട്ടും? എൻ്റെ ഓക്സിജന് റിയാക്റ്റൻറ്റിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും സൈഡിലുള്ള ഓക്സിജൻ്റെ എണ്ണം സെയിം ആയിട്ട് കിട്ടും. പക്ഷേ നമ്മൾ ഹൈഡ്രജൻ്റെ നമ്പറിലേക്ക് നമ്മൾ പിന്നെ നോക്കുന്ന സമയത്ത് ഹൈഡ്രജൻ എന്തായി? നമ്മൾ ഈ 2 ഇട്ട് കൊടുത്ത സമയത്ത് ഹൈഡ്രജൻ പ്രോഡക്റ്റിൻ്റെ സൈഡിൽ 4 ആയി. സോ നമ്മളത് റിയാക്റ്റൻറ്റിൻ്റെ സൈഡിലും 4 ആക്കണം. അതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ എന്ത് ചെയ്തു? റിയാക്റ്റൻറ്റിൻ്റെ സൈഡിൽ H2 എന്നുള്ളത് നമ്മൾ 2H2. സോ 2 × 2 4 ഹൈഡ്രജൻ ആയിട്ടത് മാറും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ റിയാക്റ്റൻറ്റിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും സൈഡിലുള്ള നമ്പർ ഓഫ് ആറ്റംസ് ഈക്വൽ ആക്കാം.